ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ജാം റെസിപ്പി ആയിട്ടാണ് വന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു മുന്തിരിയുടെ ജാമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ജാമാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ടിട്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇവിടെ 1.5 കപ്പ് സ്ട്രോബെറിയാണ് എടുത്തത്. അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ജാം ഉണ്ടാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ഇട്ടിട്ട് വെക്കുക. പാത്രത്തിൽ കട്ട് ചെയ്തിട്ടതിന് ശേഷം 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തത്. 1.5 കപ്പ് സ്ട്രോബെറിക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ മിക്സ് ചെയ്യുക. നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്ക് ഏകദേശം നമുക്ക് പാത്രമൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ല പോലെ തന്നെ ഇത് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ വേവിച്ചതിന് ഇതിങ്ങനെ ചെയ്തതിന് ശേഷം അരിച്ചെടുക്കുന്നൊന്നുമില്ല, ജ്യൂസ് ചെയ്യുന്നുമില്ല. ഇതിൽ നിന്ന് തന്നെ നമ്മുടെ സ്ട്രോബെറി നല്ല പോലെ തന്നെ വെന്ത് കിട്ടും. നമ്മുടെ ജാം ഫൈനലിലേക്ക് എത്തുമ്പോഴേക്കും സ്ട്രോബെറി അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ സീഡ് കടിക്കാൻ കിട്ടും. ആ ഒരു ടേസ്റ്റാണ് അതിൻ്റെ സീഡൊക്കെ ഒന്ന് ഇങ്ങനെ പൊട്ടിക്കും. നമ്മൾ തിന്നുമ്പോൾ ഇങ്ങനെ പൊട്ടൂലേ, അതൊക്കെ ഒരു ടേസ്റ്റാണ്. നല്ല പോലെ ഒന്ന് തിളച്ച് കിട്ടി അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഒരു ലെമൺ ഫുള്ളായിട്ട് ജ്യൂസ് ഒഴിച്ചെടുക്കുക. ഒരു ലെമണിന് കിട്ടുന്ന ജ്യൂസ് ഫുള്ളായിട്ട് ഒഴിച്ചെടുക്കുക. ഇത് ഓപ്ഷനിലാണ്, ഇത് വേണമെന്നൊന്നുമില്ല. ഒരു ചെറിയൊരു പുളി ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിക്കുക. ഫ്ലെയിം കൂട്ടി തന്നെയാണ് ഞാനിത് ചെയ്തത്. ഇടയ്ക്ക് വെച്ചിട്ട് ഇതൊന്ന് മേലോട്ടേക്ക് ഇങ്ങനെ പൊന്തി വരുമ്പോൾ ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ചെടുക്കാം. അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ ഇങ്ങനെയുള്ള പീസൊക്കെ ഇതിലുണ്ടാവും. അതും ഒരു ജാമിൽ ഒരു ടേസ്റ്റാണ്. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല പോലെ തന്നെ സ്ട്രോബെറിയുടെ നല്ല കളറൊക്കെ ഇറങ്ങി, കഥ കാണാൻ തന്നെ നല്ല സ്റ്റൈലായിട്ടില്ലേ, ഒരു നല്ലൊരു കളറൊക്കെ ഇറങ്ങി ഒന്ന് കുറുകി കിട്ടുമ്പോഴാണ് നമ്മുടെ ജാം റെഡിയാകുന്നത്. ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ ഇറക്കി വെക്കണം. ഞാൻ അന്ന് മുന്തിരിയുടെ ജാം ഉണ്ടാക്കിയിട്ട് കുറേ ഡേയ്സ് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ പുറത്ത് തന്നെ വെച്ചാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ, വീഡിയോയിൽ കാണുന്ന കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഇറക്കി വെക്കുക. വേറൊരു ബൗളിലേക്ക് മാറ്റുക. ഈ പാത്രത്തിൽ തന്നെ വെക്കാൻ പാടില്ല. ഒരു കറക്റ്റ് ലെവലിലെത്തുമ്പോൾ തന്നെ ഇറക്കി വെച്ചാലാണ് നമുക്ക് അത് സ്പൂൺ കൊണ്ട് എടുക്കാൻ കിട്ടുമോ. അന്ന് ഞാൻ മുന്തിരിയുടേത് കാണിച്ചപ്പോൾ കുറച്ച് എനിക്ക് തിക്നെസ്സായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ലെവലിലാവണ്ട, ഈ ഒരു ലെവലിൽ മതി. ഇതാ കാണാൻ നല്ല കളറായിട്ടുണ്ടല്ലേ. ആ ഒരു സ്ട്രോബെറിയുടെ കറക്റ്റ് എല്ലാ കളറും തന്നെ നമ്മുടെ ഇതിലേക്ക് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഇങ്ങനത്തെ ഒരു പീസൊന്നും ഉണ്ടായ പ്രശ്നമില്ല. അതൊക്കെ ഇതിന് നമ്മുടെ ജാമിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കൊണ്ടുവരും. അപ്പോൾ എല്ലാവരും ഈ ജാമൊന്ന് നിങ്ങളുടെ കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾക്ക് തന്നെ ഈസി ആയിട്ട് ജാം ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഈ ഒരു ലെവലിലെത്തുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഒരു ബൗളിലേക്ക് മാറ്റുക. ഇതിൽ തന്നെ വെക്കാൻ പാടില്ല കേട്ടോ. വേറൊരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. തണുത്തതിന് ശേഷം നമുക്ക് കറക്റ്റ് വേണ്ട ആ ഒരു ലെവലിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയൊരു ഈസി റെസിപ്പിയുമായി കാണുന്നവരെ എല്ലാവരോടും ബൈ.